അടിച്ചു കയറിപ്പോ മെയ് 31 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണിക്ക്. എന്താ സഞ്ജുട്ടാ അത്? ലെഡ്ജർ. ആ, അത് കണ്ടുപിടിക്കണം. ശാലിനി പേടിക്കണ്ട, ഞങ്ങളൊക്കെ കൂടെയുണ്ട്. നീ ഇന്ന് സ്റ്റേഷനിൽ പോയില്ലേ? സമയം വൈകില്ലോ. അരവിന്ദാക്ഷൻ സാറിനോട് വരാൻ കുറച്ച് വൈകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് കുളിക്കട്ടെ. ഗിരിയേട്ടാ, ഇന്നലെ ഗോപാലിന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഒരു പ്രശ്നം ഉണ്ടായില്ല. മഹിമ വെറുതെ വെല്ലുവിളിച്ചതായിരിക്കും. അല്ലെങ്കിൽ ഞാൻ ഗോപാൽജിയുടെ വീട്ടിൽ കാവൽ നിൽക്കുന്ന കണ്ടിട്ട് അവള് പേടിച്ച് ഓടിപ്പോയി കാണും. ഇത് രണ്ടും നടക്കാൻ ഒരു സാധ്യതയുമില്ല. ഗിരിയേട്ടാ, ഗോപാലിന്റെ വീട്ടിൽ എന്തെങ്കിലും മോഷണം പോയോ? ഏയ്, ഇന്ന് രാവിലെ ലോക്കർ തുറന്നപ്പോ ഗോപാൽജി എന്തോ പോയെന്ന് വിചാരിച്ച് ഒച്ച വെച്ചു. ഞങ്ങളെല്ലാരും കൂടെ പേടിച്ച് ഓടിക്കൂടി. അപ്പൊ അദ്ദേഹം തേടുന്ന സാധനം അതിന്റെ അകത്തുനിന്ന് തന്നെ കിട്ടി. എന്താ നിനക്ക് മഹിമ വിജയിക്കാത്തതിൽ വിഷമമുള്ള പോലെ തോന്നുന്നു? അതിനവള് തോറ്റുപോയെന്ന് ആരാ പറഞ്ഞത്? എനിക്കെന്റെ അനിയത്തിയെ നന്നായിട്ട് അറിയാം. ധൈര്യത്തിന്റെയും വാശിയുടെയും കാര്യത്തില് അവള് കഴിഞ്ഞിട്ടേ വേറെ ആളുള്ളൂ. അവളൊരു കാര്യം തീരുമാനിച്ച അതെന്തായാലും നടത്തിയിരിക്കും. ആ വീടിന് കാവലായി ഗിരിയേട്ടൻ എന്നല്ല സാക്ഷാൽ യമനാണ് നിൽക്കുന്നതെങ്കിലും അവൾ എങ്ങനെയെങ്കിലും ഉദ്ദേശിച്ചത് നടത്തും. വെറുതെ ഇങ്ങനെ ബിൽഡപ്പ് ഒന്നും കൊടുക്കണ്ട. ഇത്രയും ധൈര്യമുള്ള ആള് പിന്നെ എന്താ ഇന്നലെ മോഷണം നടത്താത്തത്? എന്റെ വിശ്വാസം അവള് മോഷണം നടത്തി എന്ന് തന്നെയാണ്. ഇന്നലെ ആ വീട്ടിൽ ആരെങ്കിലും കേറിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഞാൻ എന്തായാലും അറിഞ്ഞേനെ. ഇനി എന്റെ കണ്ണ് വെട്ടിച്ച് അവൾ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ തന്നെ അവൾ എന്തെങ്കിലും മോഷ്ടിക്കണ്ടേ? കാശും സ്വർണമൊക്കെ അവിടെ തന്നെ ഉണ്ട്. ഞാൻ പരിശോധിച്ച. അവള് മോഷ്ടിച്ചത് കാശും സ്വർണമൊന്നും അല്ലെങ്കിലോ? പിന്നെ അവൾ എന്ത് മോഷ്ടിക്കാന്? മഹിമ ഒരു സാധാരണ മോഷ്ടാവല്ല. അവളുടെ ലക്ഷ്യം കാശോ സ്വർണമോ ഒന്നുമല്ല. ഗോപാലിനോട് പകരം വീട്ടുക. ആ ലോക്കറിൽ ഗോപാലിനെ സംബന്ധിച്ചിടത്തോളം കാശിനേക്കാൾ വിലപിടിപ്പുള്ള എന്തോ ഉണ്ടായിരുന്നു. എന്നാൽ അത് അവിടെ ഉണ്ടെന്ന് ഗോപാലിന് ആരോടും പറയാനും പറ്റില്ല. രാവിലെ ലോക്കർ തുറന്നു നോക്കിയപ്പോ ആ സാധനം അതിലില്ലെന്ന് കണ്ടിട്ടായിരിക്കും ഗോപാലൻ നിലവിളിച്ചു പോയത്. പക്ഷെ എല്ലാവരും ഓടിയെത്തിയപ്പോ അതെന്താണെന്ന് വെളിപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് അയാൾ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് നുണ പറയുകയായിരുന്നു. ആഹാ, എന്ത് സുന്ദരമായി നടക്കാത്ത കഥ. നിന്റെ അനിയത്തി തോറ്റുപോയെന്ന് സമ്മതിച്ചൂടെ? അതിനെ പറ്റാതെ വെറുതെ ഓരോ കഥകൾ ഉണ്ടാക്കിക്കോളൂ. ഇത് കഥയല്ല, നടന്ന സംഭവമാണ്. മഹിമ ആ വീട്ടിൽ നിന്നും എന്തോ അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഓഹോ, ഗോപാലിനിപ്പോ അത് തിരിച്ചെടുക്കാനുള്ള ശ്രമത്തിലായിരിക്കും. അങ്ങനെ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഗോപാൽജി എന്നോട് പറയും. ഞാനും ഗോപാൽജിയും തമ്മിൽ രഹസ്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ ഗോപാലിനെ കണ്ണു അടച്ചങ്ങ് വിശ്വസിക്കുന്നതുകൊണ്ടാ ഗിരിയേട്ടന് കൺമുന്നിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും കാണാൻ കഴിയാത്തത്. ചുമ്മാ ഓരോന്നൊക്കെ പറയുന്നതായിരിക്കും. എന്റെ കണ്ണ് വിട്ടിച്ച് ആ വീട് ആര് കയറാനാ? എങ്ങോട്ടാ? ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരുടെ കല്യാണം കൂടാൻ പോവാ. അവിടെ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരുടെയും കാര്യം മഹിമയ്ക്ക് അറിയണ്ടല്ലോ. മഞ്ജുവിന്റെ കാര്യം മാത്രം അറിഞ്ഞാ പോരെ? മഞ്ജുവിന് ഒരു കുഴപ്പമില്ലാതെ ഞാൻ നോക്കുന്നുണ്ട്. ഒരു ഡോക്ടർ നോക്കുന്നത് പോലെ ആകില്ലെങ്കിലും ഒരു നഴ്സിനെ കൊണ്ട് പറ്റുന്നത് പോലെ എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. മഞ്ജുവിന് മഹിമയോടുള്ള ദേഷ്യത്തില് ഒരു കുറവും വന്നിട്ടില്ല. പ്രഗ്നന്റ് ആയിരിക്കുമ്പോ ഇങ്ങനെയുള്ള ചിന്ത നല്ലതല്ലെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടും ഒരു കാര്യം ഉണ്ടായില്ല. അന്ന് കോളേജിൽ ലാത്തി ചാർജ് നടക്കുന്നതിന് മുമ്പ്
മഞ്ജുവിന് നേരെ കല്ലെറിഞ്ഞത് മഹിമയാണെന്ന മഞ്ജുവിന്റെ വിശ്വാസം. ചേച്ചി അങ്ങനെ പറഞ്ഞോ? ഹോസ്പിറ്റലിൽ കണ്ണു തുറന്നപ്പോ മഹിമ അടുത്തുണ്ടാവുന്ന മഞ്ജു പ്രതീക്ഷിച്ചത്. ചേച്ചി ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയത് ഞാൻ തന്നെയായിരുന്നു. ബോധം തെളിയാൻ വേണ്ടി ഞാൻ കുറെ കാത്തു നിന്നതാ. പിന്നെ ആ ഗോപാലിനോടുള്ള ദേഷ്യം സഹിക്കാൻ പറ്റാതെ ഞാൻ അയാളെ കാണാൻ പോയി. തിരിച്ചു വന്നപ്പോഴേക്കും ചേച്ചി ഡിസ്ചാർജ് ആയിന്ന് ഡോക്ടർ പറഞ്ഞു. ഷോ, മഹിമ ചേച്ചിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ടും മഞ്ജു അത് അറിയാതെ പോയല്ലോ. സാരമില്ല, ഞാൻ ചേച്ചി എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചോളാം. ഏയ്, ഇനി അതിന്റെ ആവശ്യമില്ല. ഹ, അങ്ങനെ പറയല്ലേ. മഹിമ പ്രതീക്ഷ കൈവിടരുത്. നിങ്ങൾ തമ്മിലുള്ള പിണക്കമൊക്കെ മാറുന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. അതെനിക്കുണ്ട്. ഞാനിപ്പോ പോകുന്നത് ചേച്ചിയെ കാണാൻ വേണ്ടി. ഞങ്ങൾ തമ്മിലുള്ള വഴക്ക് തുടങ്ങിയത് ഗോപാലിനെയും ഗിരിയേട്ടനെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനെ കുറിച്ച് സംസാരിച്ചപ്പോഴായിരുന്നു. എനിക്ക് ചേച്ചിയുടെ കഴിവിൽ വിശ്വാസമില്ലാന്ന് ഞാൻ പറഞ്ഞു. അത് ചേച്ചിക്ക് എത്രമാത്രം വിഷമമായി കാണുമെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത്. എന്റെ കയ്യിലിപ്പോ ഗോപാലിനെതിരെയുള്ള തെളിവുകളുണ്ട്. ഇത് വെച്ച് ഗോപാലിനെ വിരട്ടി മരിച്ചുപോയ എന്റെ കൂട്ടുകാരന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കാനായിരുന്നു എന്റെ ഉദ്ദേശം. പക്ഷേ ഞാനത് വേണ്ടാന്ന് വെക്കാൻ പോവാ. ഇത് ചേച്ചിയെ ഏൽപ്പിച്ച് ഗോപാലിനെ നിയമത്തിന്റെ വഴിക്ക് ശിക്ഷിച്ചാൽ മതിയെന്ന് ഞാൻ പറയാൻ പോവാ. ഞാൻ വീണ്ടും ചേച്ചിയുടെ മീതെ വിശ്വാസം കാണിച്ച ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും. എല്ലാം പഴയതുപോലെ ആവും. ആ, അതേതായാലും നന്നായി. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നാ ഞാൻ പോട്ടെ. ചേച്ചി സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് കാണാമെന്ന് ഞാൻ കരുതുന്നത്. ഒരു സർപ്രൈസ് ആവുമല്ലോ. അതെ അതെ, മഹിമ വേഗം ചെല്ല്. കഷ്ടപ്പെട്ട് ഞാൻ ആ വീട്ടിലൊരു സ്ഥാനം ഉണ്ടാക്കിയപ്പോഴേക്കും ഇവൾ അവിടെ സ്ഥാനം ഉറപ്പിക്കാൻ വരികയാണല്ലോ. അതങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും മഹിമയുടെ കയ്യിലുള്ള ലെഡ്ജർ നമ്മുടെ കൈക്കലാക്കണം. ഞാൻ വെറുതെ അറിയാൻ വേണ്ടി ചോദിക്കുക. അതുകൊണ്ട് മഹിമയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് പോലീസിന് കൈമാറിയ നമ്മൾ തുടങ്ങിയ ട്രസ്റ്റിന്റെ പേരിൽ നടത്തിയ കള്ളപ്പണത്തിന്റെ ഇടപാടുകളെല്ലാം പുറത്തു വരും. അതിന്റെ നടത്തിപ്പ് ശാലിനിയുടെ പേരില. അവളെ പോലീസ് അറസ്റ്റ് ചെയ്യും. നമ്മുടെ കൂടെയുള്ള ഗുണ്ടകളിൽ കുറച്ചുപേരെ മഹിമയെ തപ്പി വിട്ടിട്ടുണ്ട്. ബാക്കിയുള്ളവരെ അറിയിച്ച അത് ഗീതി അറിയാൻ സാധ്യതയുണ്ട്. അവൻ അറിഞ്ഞാ പിന്നെ മഹിമയെ രക്ഷിക്കാനേ ശ്രമിക്കൂ. പ്രീതിയാണല്ലോ വിളിക്കുന്നേ. എടുക്കണ്ട ഡാഡി, എന്തെങ്കിലും സഹായം ചോദിക്കാനായിരിക്കും. ആരെക്കൊണ്ട് എപ്പോഴാ ഉപകാരം ഉണ്ടാവുന്നെന്ന് പറയാൻ പറ്റില്ല. എന്താ പ്രീതി? സാർ ഇപ്പൊ നല്ല ടെൻഷനിലാണല്ലോ. ഏയ്, അങ്ങനെയൊന്നുമില്ല. അത് വെറുതെ. സാറിനെതിരെ മഹിമയുടെ കയ്യിൽ വലിയൊരു തെളിവ് കിട്ടിയ സ്ഥിതിക്ക് സാറിനിപ്പോ ഇരിക്കപ്പുറതി ഉണ്ടാവില്ല. നിനക്കതിനെ കുറിച്ച് എങ്ങനെ അറിയാം? ഇങ്ങനെയുള്ള വിവരങ്ങൾ കയ്യിൽ വെക്കുന്നോണ്ടാണല്ലോ എനിക്ക് സുഖമായി ജീവിക്കാനുള്ള കാശ് സാറിനെ പോലുള്ളവർ തരുന്നത്. നിനക്ക് വേണ്ട കാശ് എത്രയാന്ന് വെച്ചാ പറഞ്ഞാ മതി, ഞാൻ അയച്ചു തരാം. നിന്റെ കയ്യിലുള്ള വിവരം എന്താന്ന് വെച്ചാ പെട്ടെന്നൊന്ന് പറ. മഹിമ അവളുടെ കയ്യിലുള്ള തെളിവുകൾ മഞ്ജുവിനെ ഏൽപ്പിക്കാൻ പോവാ. അങ്ങനെ നടന്ന എന്താ സംഭവിക്കാന്ന് ഞാൻ പറയാതെ തന്നെ ഗോപാൽജിക്ക് അറിയാലോ. എത്രയും പെട്ടെന്ന് അവളെ തടഞ്ഞാ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും പ്രതീക്ഷയുണ്ട്. ശരി, നിനക്ക് വേണ്ട തുക എത്രയെന്ന് വെച്ചാൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ കൊടുത്തു വിടാം. അത് മതി. അവിടെ എന്താ പറഞ്ഞു ഡാഡി? മഹിമ തെളിവുകളുമായി മഞ്ജുവിനെ കാണാൻ പോവാന്ന്.